ദക്ഷ. രുദ്രം വന്നിട്ട് അവളുടെ തോളിൽ പിടിച്ച് കുലുക്കി വിളിച്ചു. എന്നാൽ അവള് നല്ല ഉറക്കത്തിലായിരുന്നു. എടി, ഞാൻ വന്നത് കണ്ടില്ല നീ? ഒന്ന് എണീറ്റേ. ശോ, ഈ പെണ്ണ്. അവനാവുന്നത്ര നോക്കി, പക്ഷേ രക്ഷയില്ല. ദക്ഷ അസൽ ഉറക്കം. അരമണിക്കൂർ അവൻ പയറ്റി നോക്കി. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. പിറുപിറുത്തുകൊണ്ട് അവൻ വാഷ്റൂമിലേക്ക് പോയി. കുളിച്ച് ഫ്രഷായിട്ട് ഇറങ്ങി വന്ന് കണ്ണാടിയുടെ മുൻപിൽ നിന്നു. മുടിയൊക്കെ മാടിയൊതുക്കി. ഒരു വശം ചെരിഞ്ഞു കിടന്നുറങ്ങുന്നവളെ അവൻ കണ്ണാടി കൂടി നോക്കിക്കണ്ടു. എന്തൊരവസ്ഥയായിപ്പോയി. കാലത്തെ മുതൽ ബാക്കിയുള്ളവൻ കാത്തിരുന്നതാ. എന്നിട്ടെല്ലാം കഴിഞ്ഞ് ഓടിപ്പിടിച്ചു വന്നപ്പോൾ പവനായി ശവമായി. ഒരു നെടുവീർപ്പോട് കൂടി രുദ്രൻ വന്നിട്ട് ദക്ഷയുടെ അരികിലേക്ക് കയറിക്കിടന്നു. ഒന്നുകൂടെ പെണ്ണിനെ വിളിച്ചുണർത്താൻ അവൻ്റെ അന്തരാത്മാവ് മന്ത്രിച്ചു. ദച്ചു, എടി. വീണ്ടും അവൻ അവളുടെ തോളിൽ കുലുക്കി. ഒന്നുകൂടെ അവനോട് ചുരുണ്ടുകൂടി പെണ്ണ് കിടന്നു. എൻ്റെ ദൈവമേ, കഷ്ടം. നിസ്സഹായനായി കിടക്കുന്ന രുദ്രൻ തൻ്റെ പെണ്ണിനെ വീണ്ടും വീണ്ടും നോക്കി. തൻ്റെ പ്രാണനാഥൻ വന്നതുപോലും അറിയാതെ അവൾ ഉറങ്ങുകയാണ്. ഏറെ നാളുകൾ കാത്തിരുന്നു. വേഴാമ്പൽ പോലും ഈ അവസ്ഥയിൽ കടന്നുപോയിട്ടുണ്ടാവില്ല. കുറേ സമയം തിരിഞ്ഞു മറിഞ്ഞ് കിടന്ന ശേഷം രുദ്രനും എപ്പോഴോ ഉറങ്ങിപ്പോയിരുന്നു. അടുത്ത ദിവസം ദക്ഷയാണ് ആദ്യം എണീറ്റത്. അരികിലായി കമിഴ്ന്ന് കിടന്നുറങ്ങുന്നവനെ പെണ്ണ് അപ്പോഴാണ് കാണുന്നത്. ഏട്ടൻ വന്നതുപോലും അറിഞ്ഞില്ല. എഴുന്നേറ്റിരുന്ന ശേഷം അവൾ തൻ്റെ മുടി മുഴുവനും പൊക്കി ഉച്ചയിൽ കെട്ടി ഉറപ്പിച്ചു. രുദ്രേട്ട. അവൾ അവൻ്റെ തോളിൽ പിടിച്ചു കുലുക്കി. 2-3 തവണ വിളിച്ചപ്പോൾ അവനൊന്ന് ഞരങ്ങി. എപ്പോ എത്തിയത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. രുദ്രൻ പതിയെ മുക്കുയർത്തി നോക്കിയപ്പോൾ കണ്ണൻ തിരുമിയിരുന്നു പറയുകയാണവള്. എന്താ? എപ്പോഴാ വന്നേന്ന്? സമയം നോക്കിയില്ല, മറന്നുപോയി. ഇന്ന് വരുമ്പോൾ നോക്കിയിട്ട് പറയാം. പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും കിടന്നു. ഇതെന്താ ഇങ്ങനെ? ഇനി ഇങ്ങനെ തന്നെ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിനക്ക്? രുദ്രൻ ഇത്തിരി ദേഷ്യത്തിൽ പറഞ്ഞു. ഓ, ഈ മനുഷ്യനിത് എന്തു പറ്റി? എന്തൊരു മറുപടിയാണിത്? ഓർത്തുകൊണ്ട് ദക്ഷ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി. ഓ, ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. ചിരിയോടെ ദക്ഷ ഷവർ ഓൺ ചെയ്തു. കൊച്ചു ഗള്ളൻ, എങ്കിൽ പിന്നെ എന്നെ വിളിച്ചൂടെ? തൻ്റെ നഗ്നമായ ശരീരത്തിലേക്ക് തണുത്ത വെള്ളം വീണതും അവളെ തണുത്തു വിറച്ചു. കുളിച്ചിറങ്ങി വന്ന് കണ്ണാടിയുടെ മുൻപിൽ നിന്നപ്പോൾ രുദ്രൻ കട്ടക്കലിപ്പിൽ എഴുന്നേറ്റ് അവനും മാറി കൊടുക്കുവാനുള്ള ഒരു മുണ്ടെടുക്കുന്നത് കണ്ടു. അമ്പലത്തിൽ പോകുന്നുണ്ടോ ഏട്ടാ? ദക്ഷ ചോദിച്ചെങ്കിലും അവനതൊന്നും മൈൻഡ് ചെയ്തില്ല. ദേഷ്യാണോ? വീണ്ടും അവൾ ചോദിച്ചു. അപ്പോഴേക്കും അവൻ കുളിക്കാനായി പോയിരുന്നു. എത്രയ്ക്കായാലും രുദ്രൻ മിണ്ടാതെ വന്നപ്പോൾ ദക്ഷയ്ക്ക് സങ്കടായി. അവൻ വരുന്നതുവരെയും ദക്ഷ കിടക്കയിലിരുന്നു. അന്നേറെ നേരമെടുത്തു രുദ്രൻ വരാനും. അതേ, ഞാൻ കാത്തിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടനെ കാണാതെ വന്നപ്പോൾ എപ്പോഴോ ഉറങ്ങിപ്പോയി. അതെൻ്റെ കുറ്റാണോ? കൊച്ചു കുട്ടികളെപ്പോലെ അവൾ പറയുന്നത് കേട്ടതും രുദ്രൻ ഉള്ളിൽ ചെറുതായി ചിരി പൊട്ടി. എന്നാലും അവൻ തികഞ്ഞ ഗൗരവത്തിൽ തന്നെ നിന്ന് മുടിയൊക്കെ മാടി ചീകുകയാണ്. ദേ, പിണങ്ങിയോ? ദക്ഷ വന്നിട്ട് പിന്നിൽ നിന്നും രുദ്രനെ കെട്ടിപ്പിടിച്ചു. ഏയ്, ഇല്ലെന്നേ. ആശാൻ എന്തൊക്കെയോ തീരുമാനിച്ച മട്ടാണ്. ഏട്ടാ, കഷ്ടാണ് കേട്ടോ. ഞാൻ ഒരുപാട് നേരം നോക്കിയിരുന്നു. സത്യം, എൻ്റെ ഗുരുവായൂരപ്പനാണ് സത്യം. എന്നെ ഒന്ന് വിശ്വസിക്കുമോ? ചോദിക്കുകയും ദക്ഷയുടെ വാക്കുകൾ ഇടറി. എന്നിട്ടും രുദ്രൻ്റെ മനസ്സിളകിയില്ല. കാരണം തൻ്റെ ശാന്തി മുഹൂർത്തം ഇന്നലെ പൊണ്ടാട്ടിയുമായി ആഘോഷിക്കുവാൻ തകർത്താടി വന്നവൻ്റെ എല്ലാ പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കിക്കൊണ്ടുള്ള ഒരൊന്നൊന്നര ഉറക്കമായിരുന്നു ദക്ഷ. പിന്നെയും 2 മണിക്കൂറോളം രുദ്രൻ കാത്തിരുന്നു. അവൾ ഒന്ന് എണീറ്റിരുന്നെങ്കിലെന്ന് അത്രമേൽ ആഗ്രഹിച്ചു. കൊട്ടി വിളിച്ചു, കുലുക്കി വിളിച്ചു, മാടി വിളിച്ചു. ഇതൊന്നും അറിയാതെ സർജറിക്ക് കയറ്റുമ്പോൾ അനസ്തേഷ്യ കൊടുത്തപ്പോൾ മയങ്ങിപ്പോയ അതേ അവസ്ഥയിലായിരുന്നു ദക്ഷ ഉറങ്ങിയത്. അതുകൊണ്ട് പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല
എന്ന മട്ടിൽ നിൽക്കുകയാണവൻ. ദക്ഷ അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങിക്കൂടി. എന്നിട്ട് രുദ്രൻ്റെ കവളിൽ മാറി മാറി മുത്തം കൊടുത്തുകൊണ്ട് അവനെ കെട്ടിപ്പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഏട്ടാ, ഞാൻ 5 വരെ എണ്ണും. എന്നിട്ട് എന്നോട് മിണ്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ വീട്ടിൽ പോകും. എന്നിട്ട് 1 മാസത്തിന് ശേഷമേ ഞാൻ മടങ്ങി വരത്തുള്ളൂ. രുദ്രേട്ടൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പോകും. അവൻ്റെ താടി പിടിച്ച് വലിച്ചുകൊണ്ട് അവൾ പറയുകയാണ്. ദക്ഷയെ രുദ്രൻ ഇത്തിരി അടുത്തുനിന്ന് മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ അതിനേക്കാൾ ബലത്തിൽ അവൾ രുദ്രനിലേക്ക് ചേർന്ന് നിന്നു. സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് രുദ്രേട്ടനോട് പറഞ്ഞതാണ്. എന്നിട്ട് നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലല്ലോ. ഞാൻ വീട്ടിൽ പോകണോ വേണ്ടയോ എന്നുള്ളത് ഇപ്പം പറയാം. 1, 2, 3, 4 അത്ര എണ്ണീട്ടും രുദ്രൻ്റെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഞാനിപ്പോൾ 5 പറയും. എന്നോട് സംസാരിച്ചില്ലെങ്കിൽ 1/2 മണിക്കൂറിനുള്ളിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകും. ഞാൻ എണ്ണാൻ പോവാ. രുദ്രേട്ടന് ഒരു അവസരം കൂടി തരുന്നു. 4 വീണ്ടും പറയുവാണ്. 4. ദേ, ഞാൻ ഇപ്പം പറയും. മിണ്ടിയില്ലെങ്കിൽ ഈ ദക്ഷ പോയിരിക്കും. പ്രതീക്ഷയുടെ പാവം പെണ്ണ് വീണ്ടും വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി. 5. വിങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞിട്ടും രുദ്രൻ ഒരക്ഷരം പോലും അവളോട് സംസാരിച്ചില്ല. അവനിൽ നിന്ന് അകന്നു മാറിയിട്ട് ദക്ഷ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുറച്ച് ദിവസമായിട്ട് ഓഫീസിലേക്ക് പോകുന്നതേയില്ല. അതുകൊണ്ട് രുദ്രൻ കാലത്തെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഓഫീസിലേക്ക് പുറപ്പെടാൻ ഇറങ്ങി വന്നു. ദക്ഷയെ അവൻ നോക്കിയപ്പോൾ അവൾ അടുക്കളയിലാണ്. ചെറിയമ്മയോട് സംസാരിച്ച് നിൽക്കുന്നു. ചെറിയമ്മേ, ഞാൻ ഇറങ്ങുവാ, അവൻ വിളിച്ചു പറഞ്ഞു. ഇപ്പം കരയും പോലെ നിൽക്കുവാണ് പെണ്ണ്. എന്നാലും അവളും ഇത്തിരി സങ്കടപ്പെടട്ടെ എന്ന് അവനും കരുതി. നേരത്തെ വരുമോ മോനെ? അറിയില്ല, നോക്കാൻ ചെറിയമ്മേ. ആ, അവർ തലകുലുക്കി. ലക്ഷ്മിയാണെങ്കിൽ പത്മാവതി അമ്മയ്ക്കുള്ള മരുന്നെടുക്കുകയാണ്. അവരോടും രുദ്രൻ യാത്ര പറഞ്ഞു. രുദ്രൻ്റെ കാർ അകന്നു പോകുന്നത് അടുക്കളയിൽ നിന്നപ്പോൾ ദക്ഷ കണ്ടിരുന്നു. അവൾ വേഗം തൻ്റെ മുറിയിലേക്ക് പോയി ഫോൺ എടുത്തു. അമ്മയെ ഡയൽ ചെയ്തു. ഹലോ മോളെ. അതിരാവിലെ പതിവില്ലാതെ ദക്ഷ വിളിച്ചപ്പോൾ ലേഖ ആകെ വെപ്രാളത്തിലായി. അമ്മേ, അമ്മ തിരക്കാണോ? അല്ലടാ, പറയൂന്നേ. എനിക്ക് വീട്ടിലേക്ക് വന്ന് കുറച്ച് ദിവസം നിൽക്കണം എന്നുണ്ട്. രുദ്രേട്ടനോട് ചോദിച്ചോ? മോളെ, ചോദിച്ചു. എന്നിട്ട് എന്തു പറഞ്ഞു? സമ്മതക്കുറവില്ലെന്ന് തോന്നുന്നു. എങ്കിൽ പിന്നെ വരൂന്നേ. എത്ര നാളായി എൻ്റെ കുട്ടിയൊന്നും ഒന്ന് നിന്നിട്ട്. അമ്മ ഏട്ടനെ വിളിച്ചൊന്ന് പറയോ? ഞാനോ? അയ്യോ, അത് വേണോ മോളെ? ഒന്ന് ചോദിക്കേ. എന്താ പറയുന്നത് നോക്കാം. അല്പം മടിയുണ്ടെങ്കിലും അവർ സമ്മതിച്ചു. ഏട്ടനെ വിളിച്ചിട്ട് അമ്മേനെ വിളിക്കുമോ? ആ, വിളിക്കാം മോളെ. അവർ ഫോൺ കട്ട് ചെയ്തു. ദക്ഷ തൻ്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ മേശപ്പുറത്ത് വെച്ചിട്ട് ആലോചനയോടെ കിടക്കയിലേക്കിരുന്നു. എന്തായാലും ഇന്ന് വീട്ടിലേക്ക് പോയേ തീരൂ. രുദ്രേട്ടനോട് എത്ര തവണ കെഞ്ചി പറഞ്ഞു നോക്കി. എന്നിട്ടൊരക്ഷരം പോലും പറയാതെ ഇറങ്ങി ഒരൊറ്റ പോക്ക്. അവൾക്കാണെങ്കിൽ സങ്കടം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. എല്ലാ ദിവസവും രുദ്രേട്ടൻ തിരക്കാണ്. പാതിരാത്രി ആവുമ്പോൾ ഒന്ന് കിടക്കും, കാലത്ത് എണീറ്റ് പോവുകയും ചെയ്യും. ഇതിപ്പോൾ ഇന്നലെ എത്ര നേരം താൻ കാത്തിരുന്നു. എന്നിട്ടല്ലേ ഇറങ്ങിപ്പോയത്? ഇവിടെ ഇത്രയും ആളുകളൊക്കെ ഉള്ളതല്ലേ. എന്നിട്ടെല്ലാം രുദ്രേട്ടൻ്റെ തലയിൽ കൂടി മാത്രമേ നടക്കൂ. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ സംഭവിക്കും. അവൾക്ക് പിന്നെയും ദേഷ്യം. താൻ ഇവിടെ എന്നും ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ആള് തനിക്ക് ഒരു വിലയും തരാത്തത്. കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോൾ പഠിച്ചോളും. അമ്മ രുദ്രേട്ടനെ വിളിച്ച് കാണുമോ ആവോ? അവൾ ഫോണിലേക്ക് വീണ്ടും നോക്കി. ഈ സമയത്ത് സത്യത്തിൽ ലേഖ രുദ്രനെ വിളിക്കുകയായിരുന്നു. അവരുടെ കോൾ വന്നതും രുദ്രന് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി. വളരെ ബുദ്ധിപൂർവം തന്നെ മറുപടി പറയുവാൻ അവൻ തീരുമാനിച്ചു. ഹലോ അമ്മേ. രുദ്രൻ്റെ മുഴക്കത്തിലുള്ള ശബ്ദം അവർ ഫോണിലൂടെ കേട്ടു. ആ, മോനെ തിരക്കാണോ? ഞാൻ ഡ്രൈവ് ചെയ്യുവാണ്, ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വണ്ടി ഓടിക്കുവാണെങ്കിൽ അമ്മ പിന്നെ വിളിക്കാം മോനെ. അതൊന്നും കുഴപ്പമില്ല, അമ്മ പറഞ്ഞോളൂ. എന്താ അമ്മേ ഇത്രയും കാലത്തെ വിളിച്ചത്? മോനെ, ദക്ഷയ്ക്ക് കുറച്ച് ദിവസം ഇവിടെ നിൽക്കണം എന്നൊരാഗ്രഹം. അവളെ ഇങ്ങോട്ടേക്കൊന്ന് അയക്കുമോ? മോൻ്റെ അനുവാദം വാങ്ങിക്കാൻ വിളിച്ചതാണ് ഞാൻ. അമ്മേ, അമ്മമ്മ 2-3 ദിവസത്തിനുള്ളിൽ മടങ്ങിപ്പോകും. എനിക്ക് മിക്കവാറും ഇന്ന് ഹൈദരാബാദിലും പോവേണ്ട ആവശ്യമുണ്ട്.
അപ്പോൾ പിന്നെ വീട്ടിൽ ലക്ഷ്മിയമ്മ തനിച്ചാകും. അമ്മ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഹൈദരാബാദിന് പോയി വന്ന ശേഷം ദക്ഷയെ വീട്ടിലേക്ക് അയക്കാം. അതുപോരെ? എന്നിട്ട് ദക്ഷ കുറച്ച് ദിവസത്തേക്ക് അവിടെ നിന്നിട്ട് വരട്ടെ. ഇതിപ്പോൾ അമ്മ ഒറ്റയ്ക്കാകും ഞാൻ പോയാലും. മതി മതി, അത് മതി മോനെ. ലക്ഷ്മി ചേച്ചിയെ തനിച്ചാക്കണ്ട. ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് ഞാൻ മോളോട് പറഞ്ഞോളാം. ആ ശരി അമ്മേ. ഒരു ഗൂഢസ്മിതത്തോടെ അവൻ തലകുലുക്കി. മോൻ വണ്ടി ഓടിക്കുമല്ലേ? അമ്മ വെച്ചോളാം കേട്ടോ. ഓക്കെ. രുദ്രൻ ഫോൺ കട്ട് ചെയ്തു. നിന്നെ ഇപ്പം തന്നെ വിടാടി. നീ അവിടെ കണ്ണിൽ എണ്ണയൊഴിച്ച് തിരിയും കത്തിച്ച് നോക്കിയിരുന്നു. അവൻ പിന്നെയും തലകുലുക്കി. ലേഖയുടെ കോൾ വന്നതും ദക്ഷ ആവേശത്തോടെ ഫോണെടുത്തു. ഹലോ അമ്മേ. ആ മോളെ, വിളിച്ചിട്ട് കിട്ടിയോ? ഞാനിപ്പോൾ രുദ്രനോട് സംസാരിച്ചു. ഫോൺ ദേ വെച്ചതേ ഉള്ളൂ. എന്തു പറഞ്ഞു? വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ അമ്മ വരുമോ? എടാ, അതിപ്പോൾ പെട്ടെന്ന് വേണ്ട. രുദ്രൻ ഉടനെ തന്നെ ഹൈദരാബാദിലേക്ക് പോവാണെന്ന്. അതുപോലെ പത്മാവതി അമ്മയും മകൻ്റെ അരികിലേക്ക് മടങ്ങി പോവാറായി. അപ്പം പിന്നെ ലക്ഷ്മി ചേച്ചി തനിച്ചാവുംത്രേ. എന്നിട്ട് അമ്മ എന്തു പറഞ്ഞു? ദക്ഷയ്ക്കാണെങ്കിൽ ചെറുതായി ദേഷ്യം വന്നു. രുദ്രൻ വന്നിട്ട് മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നോളാമെന്നാണ് പറഞ്ഞത്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ മോളെ എത്ര ദിവസം വേണമെങ്കിലും നിർത്താൻ രുദ്രൻ വീട്ടിലേക്ക് പറഞ്ഞയക്കാന്ന്. ലേഖ പറയുന്നു കേട്ടതും ദക്ഷയ്ക്ക് നന്നായി ദേഷ്യം വന്നു. എങ്കിൽ ശരി, അമ്മ ഫോൺ വെച്ചോളൂ, അവൾ പറഞ്ഞു. മോള് സങ്കടപ്പെടുമൊന്നും വേണ്ട. ഒരാഴ്ച പെട്ടെന്നങ്ങ് കഴിയും. ഈ ഒരു സാഹചര്യത്തിൽ ലക്ഷ്മി ചേച്ചി തനിച്ചാക്കിയിട്ട് വരാൻ നിനക്ക് പറ്റില്ലല്ലോടാ. രുദ്രൻ പോയി വരട്ടെ. എന്നിട്ട് ഇവിടെ വന്നിട്ട് എൻ്റെ മോൾക്ക് എത്ര ദിവസം വേണേലും നിൽക്കാം. അവൾ തലകുലുക്കി. എങ്കിൽ ശരിയമ്മേ, ഞാൻ പിന്നെ വിളിക്കാം. ദക്ഷ കോൾ കട്ട് ചെയ്തു. ശരിക്കും പെണ്ണിന് സങ്കടം വന്നു. കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകുകയാണ്. മോളെ, ചെറിയമ്മ വിളിക്കുന്ന കേട്ടതും ദക്ഷ പെട്ടെന്ന് എഴുന്നേറ്റു. കണ്ണുകൾ തുടച്ചുകൊണ്ടവൾ അവരുടെ അടുത്തേക്ക് നടന്നു ചെന്നു. മോള് തിരക്കാണോ? ഏയ്, യാതൊരു തിരക്കുമില്ല. എന്താ ചെറിയമ്മേ? സുനന്ദ് മുറിയുടെ അകത്തേക്ക് കയറി വന്നു. മോളെ, മണിക്കുട്ടിയുടെ വീട്ടിലേക്ക് ഇന്ന് എല്ലാവർക്കും കൂടി ഒന്ന് പോയാലോ? ഈ അടുക്കള കാണൽ ചടങ്ങുള്ളതല്ലേ. അതിനെന്താ, പോകാൻ ചെറിയമ്മേ. എപ്പോഴേക്കാണെന്ന് പറഞ്ഞാൽ മതി. ചെറിയച്ചൻ രുദ്രനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സമയം തീരുമാനിക്കാം. ചെറിയമ്മ പറഞ്ഞാൽ മതി, ഞാൻ ഒരുങ്ങിക്കോളാം. മണിക്കുട്ടി കാലത്തെ വിളിച്ചോ? ഉവ്വ്, അല്പം മുന്നേ വിളിച്ചു. എന്തു പറഞ്ഞു? അവിടെ എല്ലാവരുമായിട്ട് മണിക്കുട്ടി കമ്പനിയായോ? ആയി മോളെ, അവൾ അവരോടൊക്കെ നല്ല കൂട്ടായി. ഹാപ്പിയാണ്. നിറഞ്ഞ സന്തോഷത്തോടെ പറയുകയാണ് സുനന്ദ. അപ്പോഴേക്കും ലക്ഷ്മിയും അവരുടെ അടുത്തേക്ക് കയറി വന്നു. പത്മാവതി അമ്മ പോകാൻ ധൃതി വയ്ക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. മണിക്കുട്ടിയുടെ കല്യാണം കൂടാൻ ലക്ഷ്മിയുടെ സഹോദരനും കുടുംബവും എത്തിയിട്ടുണ്ടായിരുന്നു. അവരോടൊപ്പം പത്മാവതി അമ്മയ്ക്ക് മടങ്ങിപ്പോകണം. ഇതിപ്പോൾ കുറേ ആയില്ലേ ഇവിടെ വന്ന് നിൽക്കാനും തുടങ്ങിയിട്ട്. ആളും അടുത്തുനിന്ന് പോകണമെന്ന് തീരുമാനിച്ചാൽ ആരൊക്കെ പറഞ്ഞാലും ശരി, പത്മമ്മ കേൾക്കില്ല. അത് ലക്ഷ്മിക്ക് ശരിക്കും അറിയാം. അതുകൊണ്ട് അമ്മയുടെ ഇഷ്ടം പോലെ ആയിക്കൊള്ളൂ എന്നാണ് ലക്ഷ്മി പറഞ്ഞത്. ചെറിയച്ചൻ രുദ്രനെ ഫോണിൽ വിളിച്ച് വെച്ച ശേഷം 4 മണിയാകുമ്പോഴേക്കും എല്ലാവർക്കും കൂടി പുറപ്പെടാമെന്ന് അറിയിച്ചു. രുദ്രന് അത്യാവശ്യം നല്ല തിരക്കാണെന്നും 3 മണിയാകും തിരിച്ചെത്തുമ്പോഴെന്നുമാണ് അവൻ പറഞ്ഞത്. അങ്ങനെ അത്യാവശ്യം വേണ്ടപ്പെട്ട ബന്ധുമിത്രാദികളെല്ലാവരും ചേർന്ന് 4 മണിക്ക് മണിക്കുട്ടിയുടെ വീട്ടിലേക്ക് എത്തുമെന്ന് ഷാജി അവിടുത്തെ അച്ഛനെ വിളിച്ചറിയിച്ചു. ഉച്ച ആവാറായപ്പോൾ ലക്ഷ്മിയുടെ ആങ്ങളെയും ഭാര്യയും എത്തി. പത്മാവതിയമ്മ റെഡിയായി നിൽക്കുകയാണ്. ഇനി എന്നാണ് അമ്മമ്മ വരുന്നതെന്നൊക്കെ രാധവലിയമ്മ ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും വിശേഷമൊക്കെ ആവട്ടെ, അപ്പോഴേക്കും വരാം, അല്ലേ മോളെ? അമ്മമ്മ ദക്ഷയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. കാര്യം മനസ്സിലായതുകൊണ്ട് അവളുടെ മുഖവും ചുവന്നു തൊടുത്തു. അങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് പത്മാവതിയമ്മ മടങ്ങിപ്പോയി. പിന്നീട് എല്ലാവരും ഒരല്പസമയം റെസ്റ്റൊക്കെ എടുത്തു. ശേഷം 3 മണിയായപ്പോഴേക്കും എണീറ്റ് കുളിച്ച് റെഡിയായി നിന്നു. പീച്ച നിറമുള്ളൊരു സൽവാറാണ് ദക്ഷ ധരിച്ചത്. അവൾക്കത് നന്നായി ഇണങ്ങുന്നുമുണ്ട്. നിതംബം മറയ്ക്കുന്ന ചുരുണ്ട മുടി വിടർത്തിയിട്ട് കുളിപ്പിന്നൽ പിന്നെ ഇടുകയാണവൾ. അപ്പോഴാണ് രുദ്രൻ വാതിൽ കടന്ന് കയറി വന്നത്. ദക്ഷ തിരിഞ്ഞു നോക്കിയപ്പോൾ ഡോറടിച്ച് ലോക്ക് ചെയ്ത ശേഷം മുറിയിലേക്ക് വരുന്ന രുദ്രനെയാണ് കണ്ടത്. പെട്ടെന്ന് അവളുടെ മുഖം കുട്ട പോലെ വീർത്തു വന്നു.
അവനെ മൈൻഡ് ചെയ്യാതെ പെണ്ണ് മുടിയെല്ലാം പിന്നി ശേഷം അറ്റത്തായി ഒരു ക്ലിപ്പിട്ട് ഉറപ്പിച്ചു. ഇത്തിരി പൗഡർ എടുത്ത് മുഖത്ത് പൂശി, പൊട്ട് തൊട്ടു, കണ്ണെഴുതി, സിന്ദൂരം കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ കണ്ണാടി നോക്കി. അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ താൻ സൂപ്പറായിട്ടുണ്ടെന്ന് അവൾക്ക് സ്വയം തോന്നി. അവൾ തിരിഞ്ഞു വന്നതും ഷർട്ടും പാൻറ്റും അഴിച്ചു മാറ്റിയ ശേഷം ഒരു ബോക്സറും ഇട്ടുകൊണ്ട് നിൽക്കുന്ന രുദ്രനെയായിരുന്നു അവൾ കണ്ടത്. അയ്യേ എന്ന് അവൾ അലറി. തുടരും.